ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനവും അതോടൊപ്പം US ഇറാൻ ചർച്ചയ്ക്ക് ഒരുങ്ങുന്നതും ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഗൾഫ് മേഖല നോക്കിക്കാണുന്നത്. ട്രംപിന്റെ നിലപാടുകളോട് ഇസ്രായേലും ഇറാനും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് യുദ്ധത്തിന്റെ ഭാവി കിടക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ആക്രമണം നടക്കുകയാണ്. ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇസ്രായേലിൽ ഇറാൻ ആക്രമണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സൗദിയിൽ ഇന്നും ഈ കഴിഞ്ഞ രാത്രിയും ആക്രമണം നടന്നു. സൗദി പ്രതിരോധ മന്ത്രാലയം അല്പം മുമ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 23 ഡ്രോണുകൾ ഉപയോഗിച്ച് സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിൽ മാത്രം ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം തന്നെ അൽ ഖർജ് അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലയിലുമൊക്കെ ആളുകൾക്ക് ഈ അപകട മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ സൗദിക്ക് നേരെ 680 ഡ്രോണുകളും 48 ബാലിസ്റ്റിക് മിസൈലുകളും 7 ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ശ്രമങ്ങൾ നടന്നതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എല്ലാം സൗദി പ്രതിരോധ സേന തകർക്കുകയും ചെയ്തു. അൽ ഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, റുബൽ ഖാലിയിലെ ഷൈബ എണ്ണപ്പാടം, യാംബുവിലെ ബാസറഫ് റിഫൈനറി തുടങ്ങിയവ ലക്ഷ്യമാക്കിയാണ് പ്രധാനമായും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. ഏതായാലും വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ വലിയ ആശ്വാസമുണ്ടായിരുന്നു. അത് നടപ്പിലാകുന്ന ഒരു സൂചനകൾ ഇപ്പോൾ കാണുന്നില്ല. അതിലേറെ പ്രതീക്ഷ US ഇറാൻ ചർച്ചയിൽ ഉണ്ട്. യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങൾ തന്നെയാകും. കാരണം ഇതിന്റെ പ്രത്യാഘാതം പ്രധാനമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത്. ഇറാൻ പറഞ്ഞതുപോലെ സൗദിയുടെ അല്ലെങ്കിൽ ഗൾഫിന്റെയൊക്കെ സാമ്പത്തിക സ്രോതസ്സുകളും ആക്രമിക്കപ്പെടുകയാണ്. എണ്ണപ്പാടങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ ഒക്കെ ആക്രമിക്കപ്പെടുന്നു. കൂടാതെ ജനവാസ മേഖലയിൽ മിസൈലുകൾ പതിക്കുന്നു. മരണം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്കാരുൾപ്പെടെ പല ആളുകൾക്കും പരിക്കുകൾ പറ്റുകയും ചെയ്തു. ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങളെ നന്നായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എണ്ണ, ടൂറിസം എന്നിവയെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ. ഈ മേഖലയ്ക്ക് ഇത് വലിയ തിരിച്ചടി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് എണ്ണ കയറ്റുമതിയെ ബാധിച്ചു. ടൂറിസം മേഖലയൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ യുദ്ധം ബാധിച്ചിരിക്കുകയാണ്. വിമാന സർവീസ് കുറയുന്നു, ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുന്നു, ഉംറ തീർത്ഥാടകരുടെ എണ്ണം കുറയുന്നു, വിദേശ നിക്ഷേപം വരുന്നത് ഇല്ലാതാകുന്നു. ഇതിനൊക്കെ പുറമെ കുടിവെള്ളം കൂടി മുട്ടും എന്നൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. കൂടുതൽ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെടും എന്നൊരു ഭീഷണി വന്നിരിക്കുകയാണ്. ഹജ്ജ് തീർത്ഥാടനം വരാൻ പോവുകയാണ്. വിദേശ തീർത്ഥാടകരെ ഈ യുദ്ധം ബാധിക്കും, വിദേശ ഹജ്ജ് തീർത്ഥാടകരെ യുദ്ധം ബാധിക്കും എന്ന ഒരു നില വന്നു. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു പുറമെ ഹൂത്തികളുടെ ഭീഷണി വീണ്ടും ഉണ്ടാകുമോ എന്ന ഒരു പേടി കൂടിയുണ്ട്. സൗദി വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. വിഷൻ 2030 എന്നുള്ള ഒരു പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്.